നീ ഇപ്പൊ ഈ ബാങ്കിലെ ആള് വന്നെന്ന് പറഞ്ഞിട്ട് ഇതിന് ഈ കുടുംബക്കാരെ നീ എന്താ പറഞ്ഞല്ല കുടുംബക്കാരെല്ലാം കൂടെ നിന്നെ എന്ത് ചെയ്തു? നിങ്ങളുടെ കുടുംബക്കാരെ കത്തിക്കുക വേണ്ട. അല്ല ഞങ്ങളെ കുടുംബക്കാരെ നിന്നെ എന്ത് ചെയ്ത്? നിങ്ങളുടെ കുടുംബക്കാർ അത്രയും കള്ളത്തരവും പകതിരിവും ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എടി ഇപ്പൊ എന്ത് ഞങ്ങൾ നിന്നെ ആരെന്തെങ്കിലും വല്ലതും ചെയ്താ? ഒന്നും ചെയ്തില്ല. ലോൺ എടുക്കാൻ ഞങ്ങളെ കുടുംബക്കാർ അവള് ലില്ലി അവളെന്ത് ചെയ്തു? ആ ബാങ്കുകാരൻ വന്നപ്പോ തന്നെ അതൊക്കെ നീ ചേച്ചിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ആ ബാങ്കുകാരന്റെ മുമ്പിൽ തള്ളി വിടേണ്ട അങ്ങനെ ചോദിക്കാൻ കാര്യം നീയല്ലേ കുടുംബശ്രീയുടെ ഇവിടുത്തെ മെയിൻ ആള്? മെയിൻ ആളാന്ന് വെച്ചാൽ അവക്കറിയാം ചേച്ചി ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ പൈസ അടച്ചിട്ടില്ല, ചേച്ചി പൈസ ഇതിനകത്ത് ഒപ്പിക്കേണ്ടി വരും എന്നുള്ളത് അവക്കറിയാം. ഇല്ലേ? അവളിപ്പൊ എന്തിനാ പോയേക്കുന്നത്? അരി മേടിക്കാൻ പോയതല്ലോ, തുള്ളാൻ പോയതല്ലേ? അവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ എന്താ കുഴപ്പം? എന്നെ ഒറ്റയ്ക്ക് അവിടെ ഇപ്പൊ ക്ലീറ്റ് ഉള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അത് നോക്കട്ടെ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായാലും എന്റെ വള്ളം മുങ്ങിയാലും അവർക്ക് രക്ഷപ്പെടണം. നീ ആളന്തരം കൊണ്ട് നിന്ന് ജാമ്യം നിൽക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നിട്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാതെ എന്നിട്ട് പിന്നെ നിങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത്. നിങ്ങൾ നേരം വെളുക്കുക ഒരു ദിവസം വന്നിട്ട് എനിക്ക് 25,000 രൂപ വേണം തങ്കമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തതാ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൈയും കാലിട്ട് അടിച്ചപ്പോൾ ആ പെണ്ണുമ്പുള്ളേ എനിക്ക് ഒപ്പിട്ട് തരാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പരസ്പര ജാമ്യത്തിന് ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം. അതിനിപ്പോ എന്താ കുഴപ്പം? ഈ 25,000 കുടുങ്ങുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് വിഴുങ്ങിയില്ല. അതിൽ 13,000 രൂപ മുത്തിന്റെ സ്കൂൾ ഫീസ് അടച്ചു. ഇല്ലേ? ഇല്ലേന്ന് പിന്നെ ബാക്കി 12,000-ല് ഏതാണ്ട് ഒരു 3,000-4,000 രൂപയ്ക്കകത്ത് പലചരക്ക് കടയിലടച്ചു. ശരി. പിന്നെ എങ്ങാണ്ട് ഒരു 5,000 രൂപയാണ് ഞാൻ എടുത്തത് അറിയുന്നത്. ഓ, അപ്പൊ 5,000 രൂപ കൊണ്ടുപോയി വിഴുങ്ങി. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ ക്ലീറ്റോ, ഈ 13,000 രൂപ മുത്തിന്റെ ഫീസ് അടച്ചെന്ന് പറഞ്ഞ് 5,000 രൂപ പലചരക്ക് കടയിൽ കൊടുത്തെന്ന് പറഞ്ഞ്, ഇതിപ്പോ ആരാ അല്ലാതെ കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കണം. നമ്മളോ? പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ കെട്ടിയത്? നമ്മള് കൊടുക്കാനാണ്. അയ്യോ, ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്കും കൂടെയാണ്, അല്ലാതെ ഒരാളെ മണ്ടയ്ക്ക് അങ്ങനെ വെക്കല്ലേ. നടക്കണ എന്തിനാ? അതിപ്പോ പറയുമ്പോ എല്ലാരും അങ്ങനെയല്ലേ പറയുള്ളൂ. നാട്ടുകാര് മുഴുവൻ കേൾക്കണം ഈ കുടുംബത്തിന്റെ ചരിത്രം. നീ കുടുംബത്തെ പറയല്ലേ? കുടുംബത്തെ പറയും. നിങ്ങളുടെ കുടുംബം അഴുക്കാണ്, കൊള്ളൂല. കൊള്ളൂലെങ്കിൽ അങ്ങനെ ഇരുന്നോട്ട്. നിങ്ങളെ ഇവിടുത്തെ ഏറ്റവും നല്ല കുടുംബം നിങ്ങളുടെ ആണ്. ഞങ്ങൾക്ക് മര്യാദ പുറത്താ മതിൽ എഴുതി വെക്കാം. കുടുംബക്കാരെ പറയാടാ, നീ അതിനകത്തില്ല, നിനക്ക് ഇത്തിരി മര്യാദ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം മോനെ. 25,000 രൂപ കുടുംബശ്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ജാമ്യത്തിന് ലോൺ എടുത്ത് കില്ലിപ്പെണ്ണിന് എടുക്കേണ്ടി വന്നില്ല. കില്ലിപ്പെണ്ണിന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, ഇനി എടുക്കും അവള്, ഇനി എടുക്കും. കെട്ടിയവനിപ്പോ ഇത് വന്നല്ലോ, തേച്ചിട്ട് പോയി തേച്ചിട്ട് പോയിന്ന് പറഞ്ഞാൽ നിങ്ങളടിയുടെ കാര്യം എന്താ? അല്ല, അത് ഇവള് കുടുംബക്കാര്, ഞങ്ങൾ എന്തോ ചെയ്യുന്നു? നമ്മളെ കുടുംബം ലില്ലി ബാങ്കിൽ നിന്ന് ഇപ്പൊ ആള് വന്ന ഇവനൊന്നും അറിഞ്ഞിട്ടില്ല. ബാങ്കിൽ നിന്ന് ആള് വന്നപ്പോ ഞാൻ കഴിഞ്ഞ മാസം പോലെ എനിക്ക് ടെൻഷനാ. ഇവള് എന്നെ കാണിച്ചിട്ട് ആ ബാങ്കുകളുടെ ഇത് ആളെന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയുടെ മെയിൻ ആള് ഇവളാണെന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ഡാൻസ് ക്ലാസ്സിൽ മോളെ തിരക്കിൽ അവള് പോയി. അല്ല, എന്നാലും അത് ശരിയാണോ? നാട്ടിലല്ലേ ബാങ്കിൽ നാളെ തിരക്ക് വരുമ്പോ ഒന്ന് നിന്നാതെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകണം. ഇപ്പൊ കീറ്റുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായില്ല, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? ലില്ലിയുടെ സമ്മതം വാങ്ങിച്ചിട്ടാണ് ഇവള് ജാമ്യം നിന്നത്, അല്ലല്ലോ. എന്നാലും ഒരു വിത്തിക്ക് അപ്പുറം ഇപ്പുറം താമസിക്കുന്ന മോശമായി പോയി. ചോദിക്കണം. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ ലോൺ അടച്ചു തീർത്താലും കുഴപ്പമില്ല. ഇന്ന് ഇവള് കാണിച്ച അഹങ്കാരത്തിന് നിങ്ങൾ ചോദിക്കണം. എന്താ നിങ്ങൾ ചോദിക്കൂലേ? ചോദിക്കാം. അങ്ങനെ പറഞ്ഞാ പോരാ, ചോദിക്കണം. ചോദിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മാറങ്ങോട്ട്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ, ആവശ്യമില്ലാത്ത ഏടാ കൂടുതൽ. നിന്റെ അടുത്ത് കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തിയില്ല കുടുംബക്കാരെന്ന്. അത് ഏത് കുടുംബം നിനക്ക് മനസ്സിലായ? നമ്മളെ അവളെ കുടുംബം. ഇനി അവള് കുറ്റപ്പെടുത്തിയ ലില്ലി എന്ന് പറയുന്നത് നിന്റെ ആരടാ? നിന്റെ പെങ്ങള്. അവളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഒരു ബോധവും പൊക്കണമില്ലാതെ നീ ചുമ്മാലടാ ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ ഇങ്ങനെ നടക്കണത്. നീ നന്നാവൂല. അപ്പോ ഒരു വകതിരിവില്ലാത്ത ലില്ലിപ്പങ്ങളെ ഇത്ര നേരം കുറ്റം പറഞ്ഞോണ്ടിരുന്നത്.